ഇത് നോക്കിയാ, ഈ കാണുന്നത്, ആ ബ്ലൂ കാണുന്നതെല്ലാം വെള്ളമാണ് കേട്ടോ, കടലാണേ. അത് ആ രണ്ട് മലയുടെ സൈഡിലാവും. ആദ്യമായിട്ടാണ് വലിയ മലയുടെ താഴത്ത് കടലാണ്. സിനിമയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാനൊരു വലിയ മലയുടെ മുകളിൽ നിന്ന് എടുക്കേണ്ടത് സംഭവം അടിപൊളി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ ഇറക്കാണ് കേട്ടോ, അതുകൊണ്ട് സമാധാനം ഉണ്ട്. വല്ല മുളക്ക് കടലാണോ? ഓ, ഇവിടുന്ന് ഇറക്കം തുടങ്ങി, വലിയ കയറ്റം കയറി വന്നതാ. എന്നൊരു അടിപൊളി വ്യൂ കേട്ടോ. ഓ, ഇതൊക്കെ കാണാണ്ട് നമ്മൾ ജീവിച്ചതിൽ എന്താ കാര്യം? കാഴ്ചകളുണ്ട് കുറേ കാണാനായിട്ട്, ഇതൊക്കെ കാണണം. എനിക്ക് വൈകി എന്തെല്ലാം കാണാൻ കിടക്കണം. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ കടികളപ്പോൾ ഞാനേ ഊണ് കഴിഞ്ഞ് നേരത്തെ അറിയാം, കാരണം അവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതാണ് വീഡിയോ എടുക്കാൻ, ചാർജ് ഇല്ല ഫോണിൽ. അപ്പോൾ ഇങ്ങനത്തെ ഹൈവേയിൽ നട്ടപ്പുറ വെയിലത്ത് ഇങ്ങനെ നിൽക്കാം, ഒരു രക്ഷയില്ല. വെള്ളം ബോട്ടിൽ കഴിഞ്ഞു മേടിക്കാൻ പോണ വഴിക്ക്. ആ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് കാറ് നിർത്തിയിട്ട് ഈ സാധനം ലിച്ചി ഐസ് കട്ട പോലെ കേട്ടോ, ഫുള്ള് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ച് നുണഞ്ഞ് ഒരു കാറ്റാ, അതങ്ങോട്ട് കയറണം, എന്നിട്ട് ബാക്കി തീരുമാനം. ഓക്കെ, നല്ല വെയിൽ. ബെല്ലയ്ക്ക് ഇപ്പുറത്ത് ഞാൻ തുറന്നിട്ട് കൊടുത്തു ഒരു ഹോള്, സൈഡിൽ കാണിച്ചു തരാട്ടാ. നമ്മളെ അപ്പോൾ കരികളെ, ഞാനപ്പോൾ കാർവാറിൽ എത്തിയിട്ടേ. കാർവാർ നേവൽ ബേസ് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണ്. അപ്പോൾ ഈ കാർവാർ വഴിക്ക് ഗോവയ്ക്ക് പോയ ആൾക്കാർക്ക് അറിയാം, ഗംഭീരമായ മലയും കാറ്റാണ്. ഞാൻ അപ്പോൾ അവിടെ നിന്ന് കാറ്റം കയറി വന്ന് വൺ വേ ആണ് കേട്ടോ, അവിടെ റോഡ് പണി നിൽക്കുന്നുണ്ട്. ഇനി ഈ കാറ്റം അങ്ങോട്ട് കയറി ആ മലയുടെ സൈഡിൽ കൂടെ പോയി ആ മല അപ്പുറത്തേക്ക് വരണം. ഇവിടെ നേരെ ആ കാണുന്നതെല്ലാം കടലാണ് കേട്ടോ. കടൽ നേവൽ ബേസിൻ്റെ സെറ്റപ്പാണ് അവിടെ കാണുന്നതെല്ലാം കടലാണേ. അതിൽ അടിപൊളി. ആകെ ഇത്തിരി ഒരു ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ തണൽ കിട്ടിയതാ. അപ്പോൾ ഇവിടെ ഒന്ന് ഇരിക്കാൻ വിചാരിച്ചു. അല്ല എടീ പോവാ, വല്ല ചാക്കൊക്കെ നനച്ചിട്ട് കൊടുത്തോണ്ടേ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. വല്ലക്ക് ഈ സൈഡിൽ ഞാനൊരു ഹോളിട്ട് കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 18 കിലോമീറ്റർ കൂടി ഉണ്ട് ഗോവ ബോർഡറിലേക്ക്, കർണാടക ഗോവ ബോർഡറിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അടിച്ച് കയറ്റി വിട്ടില്ലെങ്കിൽ ഇന്ന് എത്താൻ പറ്റില്ല. ഇന്ന് കർണാടക കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് എന്തായാലും കടന്നിരിക്കും. ആ വലിയ കയറ്റം ഒരു മണിക്കൂറെടുത്ത് തള്ളി കയറ്റി വന്നപ്പോൾ അത് വലിയൊരു ഇറക്കം കിട്ടിയിട്ടാ. ആ അറ്റത്ത് കാണുന്നത് കടലാണ് കേട്ടോ, ഇപ്പുറത്തെ മലയും. അപ്പോൾ അങ്ങനെയാണ് പോയോണ്ടിരിക്കണം. നല്ല രസം, നല്ല അടിപൊളി വ്യൂ. ഫോണിൽ കറക്റ്റ് കിട്ടണില്ലെന്നുള്ളൂ. നല്ല കടൽ, അടിപൊളി സംഭവം. വാവ്,